ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹരിയുടെ സംസാരത്തിൽ അവൻ വല്ലാതെ തളർന്നിരിക്കുന്നത് പോലെ തോന്നി. സത്യം പറഞ്ഞ കഷ്ടമാണ് അവന്റെ കാര്യം. ജീവിതത്തിൽ നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, നല്ലത് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. ആ വീണയുടെ കാര്യം തന്നെ നോക്കിയ പോരെ. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അവനതൊക്കെ സഹിച്ചു. ആരെങ്കിലും ഒരാളെ മാറ്റി നിർത്തിയതായിട്ട് എനിക്കറിയില്ല. പോട്ടെ അമ്മേ, എല്ലാം കഴിയുമ്പോ ഞാൻ ഹരിയോട് മാപ്പ് പറഞ്ഞോളാം. ഹരി എന്നെ മനസ്സിലാക്കിക്കോളും. അമ്മേ, അമ്മയുടെ താലി പൊട്ടിയല്ലോ. ഈശ്വര, ഇതിപ്പോ എന്താ എങ്ങനെ സംഭവിക്കാൻ? വെറും ഒരു ആഭരണമായിട്ട് കഴുത്തിൽ തൂങ്ങിക്കിടക്കണ്ടെന്ന് തോന്നിക്കാണും. അല്ലെങ്കിൽ മോൻ ചിലപ്പോ അച്ഛനോട് ആവശ്യപ്പെട്ട് കാണും, അമ്മ ഇനി അച്ഛന്റെ ജീവിതത്തിൽ വേണ്ടെന്ന്. ഞാൻ പറഞ്ഞ എൻ്റെ അച്ഛൻ എന്തും ചെയ്യും. മരുമകളുടെ താലി സംരക്ഷിക്കാൻ വേണ്ടി ജീവൻ വരെ കൊടുക്കാൻ നിൽക്കുന്നൊരമ്മ. പക്ഷെ സംഭവിക്കാൻ പോകുന്നത് ആ അമ്മയ്ക്ക് സ്വന്തം താലി നഷ്ടപ്പെടും. ഈ കടലാസുണ്ടല്ലോ, അധികം വൈകാതെ എവിടെ അമ്മയുടെ കയ്യിലെത്തും. അച്ഛൻ അയക്കുന്ന ഡിവോഴ്സ് നോട്ടീസ്. അങ്ങനെയൊന്നും ഉണ്ടാവില്ലമ്മേ. ഇതെന്തോ ദുസൂചനയാണ്. രഘുവേട്ടൻ ഇപ്പൊ എവിടെയാണെന്ന് പോലും അറിയില്ല. എങ്ങോട്ടെങ്കിലും പോയതാണോ? എന്തെങ്കിലും അപകടമുണ്ടോ? ഒന്നും അറിയില്ല. അമ്മ അച്ഛനൊന്ന് വിളിച്ചിട്ട് കാര്യം പറ. എന്തിന്? പരിഹസിക്കാനോ? ജയാറിന്റെ വില മനസ്സിലാക്കിയ ആള് താലിമാലയുടെ വില മനസ്സിലാക്കാത്തതിൽ എനിക്കത്ര അത്ഭുതമൊന്നുമില്ല. അമ്മയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് എനിക്കറിയാം. അമ്മ അച്ഛനൊന്ന് വിളിച്ച് സംസാരിക്ക. അമ്മയുടെ സമാധാനത്തിനെങ്കിലും.